പാലക്കാട് സ്കൂളിലെ ഇന്നലെ ഒരു വിദ്യാർത്ഥി അധ്യാപകന്റെ നേരെ കൊലവിളി ഉയർത്തി അല്ലെ, ഭീഷണിയോട് കൂടെയാണ് ഉയർത്തിയത്. നിങ്ങളെല്ലാവരും ആ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ഈ വീഡിയോസ് കണ്ട എല്ലാവർക്കും സങ്കടം തോന്നിയിട്ടുണ്ടാവും. ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ, ഒരു ഗുരു എന്ന് പറയുമ്പോൾ നമ്മുടെ ആരാണ് അല്ലെ, നമ്മുടെ മാതാപിതാക്കൾക്ക് തുല്യം തന്നെയാണ്. നല്ല ഒരു തലമുറയെ വാർത്തെടുക്കുകയും അതോടൊപ്പം നല്ല ഒരു പൗരനായി വളർത്തിയെടുക്കാനും നമുക്ക് അറിവ് പകർന്നു തരുന്ന ആളുകളാണ്. ഇവരെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയാണ് ചെയ്യേണ്ടത്. മൊബൈൽ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. അപ്പൊ ആ കാരണത്താൽ മൊബൈൽ കൊണ്ടുവന്നപ്പോൾ ചോദ്യം ചെയ്തതിന് വേണ്ടിയാണ് അവനിങ്ങനെ ചെയ്തത്. അപ്പോൾ അത് കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു. എന്താണ് കുട്ടികളൊക്കെ അധ്യാപകരോട് ഇങ്ങനെ, നമ്മുടെ സമൂഹം എത്രമാത്രം ഇങ്ങനെ അധപ്പതിച്ചു പോയി. കുട്ടികളൊക്കെ ഇങ്ങനെ അധ്യാപകരോട് കയർത്ത് സംസാരിക്കുമ്പോഴും ഭീഷണി ഉയർത്തുമ്പോഴൊക്കെ നമുക്ക് വല്ലാത്ത സങ്കടമാണ്. അപ്പോൾ അധ്യാപകർക്കും അതുപോലെ ചുറ്റുപാടുള്ള ആളുകൾക്കും ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും വളരെ സങ്കടമായിട്ടുണ്ടാവും. ഇന്ന് രാവിലെ ആയപ്പോൾ മനസ്സ് കുറച്ചൊക്കെ ഒന്ന് തണുത്തു. കാരണം എന്താ വെച്ചാൽ പിന്നെ വാർത്തയിൽ കണ്ടത് അവന് മാനസാന്തരം ഉണ്ടായിട്ടുണ്ട്. അതായത് അവൻ ചെയ്ത തെറ്റ് അവൻ തിരിച്ചറിഞ്ഞ് മാപ്പ് പറയാനായിട്ട് വന്നിട്ടുണ്ട്. അത് വലിയൊരു കാര്യം തന്നെയാണ്. ആ കാര്യത്തിൽ അവനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാണ്, അഭിനന്ദിക്കുകയാണ്. കാരണം അവന്റെ തെറ്റ് മനസ്സിലാക്കി അവൻ തിരികെ വന്നിട്ടുണ്ട് മാപ്പ് പറയാനായിട്ട്. അപ്പൊ ആ സമയത്ത് മൊബൈൽ എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. അപ്പൊ ആ സമയത്ത് അത് തിരിച്ചു ചോദിച്ചപ്പോൾ അവൻ ഇനി ഫോണ് കിട്ടൂലേ, അപ്പൊ അതിന്റെ ബാക്കിലുള്ള പ്രശ്നങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ ഓനക്ക് എന്തായിട്ടുണ്ടാവും, സങ്കടവും ദേഷ്യമൊക്കെ തോന്നി. അപ്പൊ ആ സമയത്ത് ഉണ്ടായ ഒരു പ്രതികരണമാണ് അവനവിടെ ഇപ്പൊ കാണിച്ചത്. എന്തായാലും അത് കാണിക്കാൻ പാടില്ലായിരുന്നു. എന്തായാലും തെറ്റ് പറ്റി, ആ തെറ്റ് തിരുത്താനും അവന് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും അവനക്ക് ആ സ്കൂളിൽ തന്നെ ഇനി തുടർന്ന് പഠിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇനിയും PTA മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. എന്തായാലും ആ സ്കൂളിൽ തന്നെ ആ കുട്ടിക്ക് ഇനിയും പഠിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ. നല്ലൊരു പൗരനായിട്ട് വളരാൻ അവനക്ക് സാധിക്കട്ടെ.